Hello, good evening. Hello. Good evening. Maybe English class. നമ്മൾ രജിസ്റ്റർ ലോഗിൻ അതേപോലെ തന്നെ ലോഗ് ഔട്ടിനുള്ള URL കൊടുത്തിട്ടുണ്ടായി, രജിസ്റ്റർ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ലോഗിൻ പേജ് വെച്ചിട്ടാന്ന് തോന്നുന്നു അല്ലേ എൻ്റെ ഇതായിരുന്ന ലാസ്റ്റ് സെഷൻ. ഓക്കെ, ലോഗിൻ പേജ് കൊടുത്തിട്ടുണ്ട്. പേയ്മെന്റ് ഗേറ്റ് വേന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പേയ്മെന്റ് ഗേറ്റ് വേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഗിൻ ലോഗ് ഔട്ടും കൂടി ഒന്ന് ആഡ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതിലിപ്പോൾ നമ്മൾ ലോഗിൻ പേജും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ പേജും ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് കാർട്ടിൽ മോഡൽ, അതായത് നമ്മൾ കാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, സോ അതിലും കൂടി യൂസറിൻ്റെ ഇത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യണം. സോ ബാക്ക് ടു നമ്മുടെ മോഡൽസിലേക്ക് വരാം. കാർട്ടിൻ്റെ മോഡൽസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. കാർട്ടിൻ്റെ മോഡൽസിൻ്റെ ഉള്ളിലായിട്ട് ടോപ്പിക്ക് പോകുന്നുണ്ട്. അതിൽ കാർട്ട് ഉണ്ടാവുമല്ലോ. ഈ ഒരു മോഡലിൽ ID ഓൾറെഡി ഉണ്ട്, ഡേറ്റ് ആഡ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു ഫീച്ചറും കൂടി ആഡ് ഓൺ ചെയ്യുവാണ്. യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. യൂസർ ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്, മോഡൽസ് ഡോട്ട് ഫോറിൻ കീ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ടേബിളിൻ്റെ യൂസർ എന്നാണ് മോഡലിൻ്റെ നെയിം വരിക, കോമ. ഇതേപോലെ തന്നെ ഓൺ ഡിലീറ്റ് കൊടുക്കണം. ഓൺ ഡിലീറ്റ് ഈക്വൽസ് മോഡൽസ് ഡോട്ട് കൊടുക്കുക, കാസ്കേഡ് കൊടുക്കുക. അതേപോലെ നൾ ഈക്വൽസ് ട്രൂ, അതേപോലെ ബ്ലാങ്ക് ഈക്വൽസ് ട്രൂ കൊടുക്കുക. നല്ലും ട്രൂ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബ്ലാങ്കും ട്രൂ കൊടുത്തിട്ടുണ്ട്. ഈ യൂസറിൻ്റെ അവിടെ ഒരു വൈറ്റ് കളേർഡ് ആയിരിക്കും കാണുന്നത്, ബിക്കോസ് നമ്മൾ എന്താണ് യൂസറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഫ്രം പ്രൊഡക്ട്സ് കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഫ്രം ജാങ്കോ ഡോട്ട് കോൺസെപ്റ്റ് ഡോട്ട് ഓത്ത് എന്ന് പറയുന്ന മോഡലിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ ഓത്ത് മോഡൽസ് ഇമ്പോർട്ട് കൊടുക്കുക, യൂസർ കൊടുക്കുക. ഓക്കെ, ഒതൻറ്റിക്കേഷൻ്റെ മോഡലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസറിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ മോഡൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യുക. പൈത്തൺ manage.py മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കുക. ഓക്കെ, ആ ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പൈത്തൺ manage.py മൈഗ്രേറ്റ് കൊടുക്കുക. നമുക്കിവിടെ മൈഗ്രേഷനിൽ വേറൊരു ഫയലും കൂടി ക്രിയേറ്റ് ആയത് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ഇതേപോലെ ഇംപ്ലിമെൻ്റ് ആവുന്നത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ എല്ലാ മൈഗ്രേഷൻസും അഡ്മിൻ റൂത്തിൽ കാട്ടിലൊക്കെ ഉള്ള മൈഗ്രേഷൻസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വ്യൂസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതായത് കാർട്ട് ആപ്പിൻ്റെ വ്യൂസ് ഉണ്ടല്ലോ, അതിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. സോ ഈ മോഡൽസ് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. കാർട്ട് ആപ്പിൻ്റെ എന്തെടുക്കുക, വ്യൂസ് എടുക്കുക. വ്യൂസ്.py എടുക്കുന്നുണ്ട്. കാർട്ടിൻ്റെതിലേക്ക് പോവുക.
സോ സെഷൻ ഐ ഡി മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, അവിടെ ഒരു ഇഫ് കണ്ടീഷനും കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ആഡ് കാർട്ടിലും ഇതേപോലെ കാർഡ് ഡീറ്റെയിലും നമുക്കത് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ എന്ത് ചെയ്യുക, ഒരു ഇഫ് കണ്ടീഷൻ ആഡ് ചെയ്യുക ആഡ് കാർട്ടിൻ്റെ ഉള്ളിലും. ഇവിടെ സെഷൻ മാത്രമല്ലേ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ആഡ് കാർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതൻറ്റിക്കേറ്റഡ് കോളൻ ഇഫ് കണ്ടീഷൻ ആഡ് ചെയ്യാൻ പോവുക. സോ അതിൻ്റെ ഉള്ളിൽ കാർട്ട് ഹോമ created equals cart dot objects dot get or object get or create bracket le user equals request dot user കൊടുക്കുക. യൂസറിൻ്റെ അവിടെ ശരിയാ. ഇതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ ഒരു എൽസും കൂടി ആഡ് ചെയ്യുക. ഇഫിൻ്റെ എൽസ് കോളൻ എന്ത് കൊടുക്കുക, കാർട്ട് കോമ ക്രിയേറ്റഡ് ഈക്വൽസ് കാർട്ട് ഡോട്ട് objects dot get or create ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർട്ട് ഐ ഡി കൊടുക്കുക. കാർട്ട് പ്ലസ് അല്ല കാർട്ട് ഐ ഡി ഈക്വൽസ് കൊടുക്കുക. നമ്മൾ ആ സെഷൻ കൊടുത്തല്ലേ, ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ സെഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ട് അണ്ടർസ്കോർ ഐ ഡി ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് കൊടുക്കുക കേട്ടോ. റിക്വസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ മുകളിലുള്ള കാർട്ട് ഐ ഡിനെ നമ്മളിവിടെ കോൾ ചെയ്യുവാണ്. സപ്പോസ് യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, സെഷനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഐറ്റംസ് ഒക്കെ കാർട്ടിൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, യൂസർ ഡോട്ട് ഈസ് ഒത്തൻറ്റിക്കേറ്റഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യണം. കാർഡ് ഡീറ്റെയിലും നമുക്ക് കൊടുക്കാനുണ്ട്. സോ ഇത് കോപ്പി ചെയ്യാം. ഒരു ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ബിക്കോസ് പൈത്തണിൽ ഇൻഡൻറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡൻറ്റേഷൻ തെറ്റിക്കഴിഞ്ഞാൽ എറർ വരും. ബ്ലോക്ക് ഓഫ് കോഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കേർലി ബ്രാക്കറ്റ്സ്, ഇൻഡൻറ്റേഷൻസ് ഒക്കെ. സോ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. അവിടെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കാർട്ട് എവിടെയാണ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ കൊടുക്കാം. നമുക്ക് ആ ട്രൈൻ്റെ ഉള്ളിലേക്ക് ആക്കാം ഈ ഒരു ഇഫും എൽസും. കട്ട് ചെയ്തിട്ടുണ്ട്. ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്യുക. then ഈ ഒരു ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്തിടുന്നുണ്ട്.
നമുക്ക് ട്രെയിനിൻ്റെ കറസ്പോണ്ടിങ് എക്സെപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാർട്ട് സേവ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എക്സെപ്റ്റിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ സേവ് ആവുന്നത്. സോ കോമൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഏത് യൂസറിലാണെങ്കിലും അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യൂസർ ഡോട്ട് ഈസ് ഒതൻറ്റിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. മൈഗ്രേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. കാർട്ട് ഐറ്റംസ്, കാർട്ട് ഡീറ്റെയിൽ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ വേറെ എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കാർട്ട് ഡീറ്റെയിലിൽ ആഡ് ചെയ്തു. ആഡ് കാർട്ടിലും അതേപോലെ തന്നെ കാർട്ട് ഡീറ്റെയിലും ആണ് നമ്മൾ മെയിൻലി ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൈഗ്രേഷൻസ് ആണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, കാർട്ടിൽ പുതിയൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതായത് സെഷനെ യൂസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി നമ്മൾ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ്, മൈഗ്രേറ്റ് ചെയ്യും കൂടെ വേണം. സെഷനെ യൂസർ ആക്കിയിട്ട് മൈഗ്രേറ്റ് ചെയ്യും കൂടി വേണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് കൊടുക്കുക. ഇവിടെ കൊടുക്കുവാണ് കേട്ടോ. സോ ഡെഫ് ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെഫ് ഇത് കൊടുക്കുന്നുണ്ട്, മൈഗ്രേറ്റ് കാർട്ട് സെഷൻ ടു യൂസർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ request colon the next line ഇത് കൊടുക്കുക. സെഷൻ കാർട്ട് ഐ ഡി കൊടുക്കുക ഈക്വൽസ് നമ്മൾ ആ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്, യൂസർ ഒതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഫ് കൊടുക്കുന്നുണ്ട്. ഇഫ് ഇത് കൊടുക്കുക, റിക്വസ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഒതൻറ്റിക്കേറ്റഡ് കൊടുത്തിട്ടുണ്ട്. ഒതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് കൊടുക്കണം, നമുക്കൊരു ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൊടുക്കാം. സോ ട്രൈ കോളൻ നെക്സ്റ്റ് ലൈനിൽ കണ്ടന്റ് കൊടുക്കുക. സെഷൻ അണ്ടർസ്കോർ കാർട്ട് ഈക്വൽസ് എന്ത് കൊടുക്കുക, നമ്മുടെ ടേബിളിൻ്റെ മോഡലിൻ്റെ നെയിം കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ചെയ്തെടുക്കുക. എന്താണ്, ആ ഒരു സ്പെസിഫിക് കാർട്ട് ഐ ഡി ബേസ് ചെയ്തിട്ടാണ് ഗെറ്റ് ചെയ്തെടുക്കേണ്ടത്. സോ കാർട്ട് അണ്ടർസ്കോർ ഐ ഡി ഈക്വൽസ് സെഷൻ അണ്ടർസ്കോർ കാർട്ട് അണ്ടർസ്കോർ ഐ ഡി കൊടുക്കുന്നുണ്ട്. സോ അത് സെഷൻ കാർട്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ്, യൂസറിൻ്റെ കാർട്ടും ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യാം. സോ യൂസർ അണ്ടർസ്കോർ കാർട്ട് ക്രിയേറ്റഡ് ഈക്വൽസ് എന്ത് കൊടുക്കുക, കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഡോട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ യൂസർ ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ. ഓക്കെ, സോ അതും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സെഷനിലുള്ള എല്ലാ ഐറ്റംസിനെയും നമുക്ക് എന്താക്കണം, കാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർ ലൂപ്പും കൂടി കൊടുക്കാം. സോ നെക്സ്റ്റ് ലൈനിൽ ട്രൈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ട്. ഫോർ ഐറ്റം ഇൻ കാർട്ട് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് കൊടുക്കുക, ഫിൽറ്റർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കാർട്ട്
ഈക്വൽസ് നമ്മളിപ്പോൾ സെഷൻ കാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സോ അതാണ് കൊടുക്കുന്നത്. സെഷൻ കാർട്ട് ദെൻ ആ ഐറ്റംസിന് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഐറ്റം ഡോട്ട് കാർട്ട് ഈക്വൽസ് എന്താണ് യൂസർ കാർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് കൊടുക്കുക, ഐറ്റം സേവ് ചെയ്യുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ. ഐറ്റത്തിന് സേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ആ ഒരു സെഷനെ ഡിലീറ്റ് ചെയ്യാനാണ് കൊടുക്കുന്നത്. ബാക്ക് സ്പേസ് അടിക്കുക, ഇവിടെ സെഷൻ അണ്ടർസ്കോർ കാർട്ട് ഡോട്ട് ഡിലീറ്റ്. നമ്മളത് യൂസറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർ എപ്പോഴും സെഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല അല്ലേ. സോ ആ ഒരു കേസിൽ എന്താണ്, ആ ഒരു സെഷനെ ഡിലീറ്റ് ചെയ്യാനുള്ള ക്വറിയും കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം സെഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ബ്ലോക്കിൻ്റെ എക്സെപ്റ്റ് കൊടുക്കണം ഇനി, അല്ലെങ്കിൽ ട്രൈൻ്റെ അവിടെ എറർ വരും. സോ എക്സെപ്റ്റിൻ്റെ അവിടെ എന്ത് കൊടുക്കുക, കാർട്ട് ഡോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്, കോളൻ പാസ് കൊടുക്കുന്നുണ്ട്. പാസ് എന്തിനാ യൂസ് ചെയ്യുന്നത്, പാസ് എന്താ, പാസ് എന്തായിരുന്നു പാസ് കീവേഡ്, നമ്മൾ ലൂപ്സ് ഒക്കെ കൊടുക്കുമ്പോൾ പാസ് കൊടുക്കാറുണ്ടല്ലോ, അത് എന്തിനായിരുന്നു. നമുക്ക് കൊടുക്കാനുള്ള കണ്ടന്റ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് കണ്ടന്റ് ഒന്നും കൊടുക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വേണം അതേക്ക് കണ്ടന്റ് എന്തെങ്കിലും കൊടുക്കാൻ. ബട്ട് നമുക്ക് എന്താണ്, ഒരു കോളൻ കൊടുത്തതിന് ശേഷം നമുക്ക് എം ടി ആക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ എറർ വരും അല്ലേ. സോ ട്രൈ കോളം കൊടുത്തിട്ട് പിന്നെ അത് എം ടി ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എറർ വരും. സോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെയും പാസ് കീവേഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമുക്ക് ഇപ്പോൾ എക്സെപ്റ്റിൻ്റെ പോർഷനിൽ നമ്മളിപ്പോൾ പാസ് കൊടുത്തിരിക്കുന്നത് സ്പെസിഫിക്കലി നമുക്ക് അവിടെ ഇപ്പോൾ ഒന്നും കൊടുക്കാനില്ല, ഇപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല. സോ അങ്ങനത്തെ കേസസിൽ നമുക്ക് എം ടി ആക്കി ഇടാനും പറ്റില്ല. സോ ആ ഒരു കേസിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇൻറ്റൻറ്റേഷൻ കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക, സോ എറേഴ്സ് ഒക്കെ ക്ലിയർ ആയിക്കോളും. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, ലിങ്ക് കൊടുക്കണം അല്ലേ, നാവ് ബാറിലേക്ക് ലോഗിൻ്റെ ലിങ്ക് കൊടുക്കണം. അതേപോലെ അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. സോ നാവ് ബാറിലേക്ക് പോവാം. നാവ് ബാർ എടുക്കുന്നുണ്ട്. നാവ് ബാറിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫയലിലാക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, അതിന് പകരം base.html ഉള്ളിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ നാവ് ബാർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അല്ലേ. ആ നാവ് ബാറിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. സോ ഒരു കണ്ടീഷൻ കൊടുക്കാം ഹെഡർ കഴിഞ്ഞതിന് ശേഷം.
curly brackets, percentage symbol, spacing കൊടുക്കുക. If user dot is underscore authenticated, യൂസർ authenticated ആണെങ്കിൽ എന്ത് വരണം? ഇപ്പം തൽക്കാലം ഞാൻ ആ ഒരു ഒന്നില്ലെങ്കിൽ നാവിൻ്റെ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നാവ് ബാർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സോ നാവ് ബാറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു കണ്ടന്റ് വരും. കട്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാമല്ലോ. നാവ് ബാറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ എന്ത് വേണം? നമുക്ക് യൂസർ ലോഗിൻ ചെയ്തു എന്നുള്ളൊരു ചേഞ്ചസ് നമുക്ക് അവിടെ റിഫ്ലക്റ്റ് ചെയ്യണ്ടേ. സോ ഒരു വെൽക്കം മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാം. സോ വെൽക്കം ഓമ ഏത് യൂസറാണ് ലോഗിൻ ചെയ്തെന്ന് ചിലപ്പോൾ അഡ്മിനെ യൂസറായിട്ട് എടുത്തിട്ടുണ്ടാവും. സോ അഡ്മിൻ യൂസറാണോ ഏത് യൂസറാണോ എന്ന് നമുക്ക് അറിയണം. സോ അതിന് വേണ്ടിയിട്ട് യൂസർ ഡോട്ട് യൂസർ നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം വെൽക്കം മെസ്സേജ് കൊടുത്തു. ഇത് നമുക്കൊരു ലിങ്കും കൂടി കൊടുക്കാം. ഓർ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. ഓറിൽ സ്ലാഷ് പോലെ വരാൻ വേണ്ടിയിട്ടാണ്. HTML ഉള്ളിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്ലാഷ് സിമ്പിളായിട്ട് തന്നെയായിരിക്കും അവിടെ കിടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ചൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു ബാർ പോലെ അവിടെ ഉണ്ടാവും. ദെൻ എന്ത് കൊടുക്കുന്നുണ്ട്? AHRF curly brackets percentage symbol double percentage symbol URL കൊടുത്തിട്ടുണ്ട്. സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? അക്കൗണ്ട്സിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ആപ്പിൽ ലോഗ് ഔട്ടാണ് വർക്ക് ആവേണ്ടത്. ഓക്കെ, ലോഗ് ഔട്ട് വ്യൂ ആണ് വർക്ക് ആവേണ്ടത്. സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഗ് ഔട്ട് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ലോഗ് ഔട്ട് എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ആ ഒരു വ്യൂയിലേക്ക് നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട്സ് ആപ്പ് കറക്റ്റ് അല്ലേ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആപ്പിൻ്റെ നെയിം അല്ല, സോ ആപ്പ് നെയിം കറക്റ്റ് ആണ്. ലോഗ് ഔട്ട് വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ല അല്ലേ, ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ചെയ്യാം. സോ യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, യൂസറിൻ്റെ നെയിം നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതേപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എൽസ് കണ്ടീഷൻ കൊടുക്കണ്ടേ. എൽസ് ടാബിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? നമുക്ക് രണ്ടല്ല, നമുക്ക് ലോഗിൻ്റെ ലിങ്ക് വേണം, അതേപോലെ തന്നെ രജിസ്റ്ററിൻ്റെ ലിങ്കും വേണം. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. സോ ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. HRFൻ്റെ ഉള്ളിൽ curly brackets percentage symbol URL സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക? ആപ്പിൻ്റെ നെയിം അക്കൗണ്ട്സ് കോളൻ ഫസ്റ്റ് എന്ത് ചെയ്യുക? ലോഗിൻ ആണ് കൊടുക്കുന്നത്. സോ അക്കൗണ്ട്സ് കോളൻ ലോഗിൻ കൊടുക്കുന്നുണ്ട്. ദെൻ ടാഗിൻ്റെ ഉള്ളിലായിട്ട് ലോഗിൻ എന്നുള്ളൊരു കണ്ടന്റും കൂടി കൊടുക്കുക. അതേപോലെ നെക്സ്റ്റ് ലൈനിൽ ഒരു ബാർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ് കേട്ടോ. ഒരു ടാഗും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. HRFൻ്റെ ഉള്ളിൽ curly brackets percentage symbol URL സ്പേസ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ അക്കൗണ്ട്സ് കോളൻ കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ ഓപ്ഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. സോ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ഇവിടെ പാസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ രജിസ്റ്റർ കൊടുക്കുന്നുണ്ട്. ലോഗിനും രജിസ്റ്ററുമാണ് നമ്മളിപ്പോൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ദെൻ ഇഫ് എൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തും കൊടുക്കുക? എൻഡിഫ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എൻഡിഫ് ആഡ് ഓൺ ചെയ്യുക. ദെൻ ആ ഒരു സെറ്റ് കഴിഞ്ഞു. നമുക്കതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വെൽക്കം അഡ്മിൻ എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റും? യൂസർ ലോഗിൻ സിസ്റ്റം കറക്റ്റ്ലി വർക്കിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിനു വേണ്ടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവാം.
ഇവിടെ നമുക്ക് ലോഗിൻ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് വരുന്നുണ്ട്. ഇപ്പോൾ ലോഗിൻ അല്ല എന്നാണ് കാണിക്കുന്നത്. ലോഗിന് നമ്മൾ ക്വറി കൊടുത്തിട്ടില്ല. ലോഗിൻ പേജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ URL കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അഡ്മിൻ കൊടുത്തു നോക്കുക, പാസ്വേഡ് കൊടുത്തു നോക്കുക. അഡ്മിൻ്റെ പാസ്വേഡാണ് കേട്ടോ കൊടുത്തത്. ചെക്ക് ചെയ്ത് നോക്കാം, ലോഗ് ഔട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലീസ് എൻ്റർ കറക്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, ഓക്കെ. ആ ഒരു പ്രൊഫൈൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്തിട്ട് നോക്കണം കേട്ടോ. ബട്ട് ഇവിടെ കണ്ടോ, വെൽക്കം അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമുണ്ട്. ഇവിടെ വെൽക്കം അഡ്മിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ വിച്ച് മീൻസ് നമ്മുടെ യൂസർ ലോഗിൻ സിസ്റ്റം കറക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ലോഗിൻ നമ്മുടെ യൂസർ നെയിം അവിടെ വരുന്നുണ്ട്. നാവ് ബാർ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. സോ ബാക്ക് ടു ഹോം പേജിലേക്ക് പോയാലും നമുക്ക് ആ ഒരു വെൽക്കം മെസ്സേജ് അവിടെ തന്നെ ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്ത് നോക്കിയാലും നമ്മൾ ക്വറി കൊടുത്തിട്ടില്ല. സോ ലോഗ് ഔട്ടിൻ്റെ അവിടെ ഒന്നും വരത്തില്ല. ദെൻ നമുക്ക് ഐറ്റംസിനെ ഒന്ന് കാർട്ട് ചെയ്തിടാം. ബ്രോക്കോലി കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ ബ്രൗസിങ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ഐറ്റംസ് ആഡ് ഓൺ ചെയ്തിരുന്നുണ്ട് കേട്ടോ. ടോട്ടൽ അവിടെ താഴെ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഐറ്റംസിനൂടെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഒരു 3-4-5 ഐറ്റം കൊടുക്കുന്നുണ്ട്. മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് വർക്കിംഗ് അല്ല, കാർഡ് റിമൂവ് വർക്കിംഗ് അല്ല. ബിക്കോസ് നമ്മൾ കാർഡ് റിമൂവിൻ്റെ അവിടെ അത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാർഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. സോ കാർഡ് റിമൂവിൽ നമുക്ക് ആ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ബാക്ക് ടു ക്വറിക്ക് പോവുക, യൂസർ PYക്ക് പോവുക. ഇവിടെ നമ്മുടെ ഒരു ലൈൻ ഓഫ് ക്വറി നമ്മളിവിടെ ആഡ് ചെയ്തിരുന്നു. ആഡ് ആവുന്നുണ്ട് ബട്ട് റിമൂവ് ആവുന്നുണ്ടായില്ല. ബിക്കോസ് നമ്മൾ ആഡിലും മാത്രമാണ് നമ്മളത് കൊടുത്തിരുന്നത്. സോ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് കാർഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. കാർഡ് റിമൂവിൽ അതൊന്ന് ആഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഗെറ്റ് ഓർ ക്രിയേറ്റിന് പകരം ഗെറ്റ് ഓർ ക്രിയേറ്റ് ഒക്കെയാണ്. സോ ഈ ഒരു ലൈൻ ഞാൻ കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ എൽസിൻ്റെ ഇൻഡൻറ്റേഷൻ കറക്റ്റ് അല്ല. സോ അതും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇൻഡൻറ്റേഷനകത്ത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഐറ്റംസ് പ്രോപ്പർലി റിമൂവ് ആവുന്നുണ്ട്. നമ്മുടെ കറൻ്റ്ലി ഉള്ള കാർട്ടിൽ നിന്ന് തന്നെ ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ യൂസറിൻ്റെ ലോഗിൻ സിസ്റ്റം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കാർട്ടിൽ ഐറ്റംസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ ഇനി ഇതൊന്ന് ട്രാഷ് കൊടുത്ത് നോക്കുക. ട്രാഷ് വർക്കിംഗ് അല്ല, ബിക്കോസ് നമ്മളെന്താണ് ഫുൾ റിമൂവിൽ നമ്മൾ ആ ഒരു ഫങ്ഷനാലിറ്റി കൊടുത്തിട്ടില്ല. സോ എന്ത് ചെയ്യണം, ഫുൾ റിമൂവ് എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനിൽ നമ്മളത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്ക് സ്പേസ്
പേസ്റ്റ് ചെയ്യുക. ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്യേണ്ട കേസാണ് കേട്ടോ. കമൻറ്റ് ചെയ്തത് ആ കാർട്ടിൻ്റെ ആ ഒരു ലൈൻ. ദെൻ ബാക്ക് ടു ബ്രൗസർ കുറച്ച് പോവുക, റിഫ്രഷ് ചെയ്യുക. ദെൻ റിമൂവ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആർട്ട് ഐറ്റം റിമൂവ് ആവുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ലോഗിൻ്റെ ക്വറീസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ കൊടുത്ത വ്യൂസ് നമ്മൾ പ്രീവിയസ്ലി സെറ്റ് ചെയ്ത് വെച്ച വ്യൂസും സെർച്ചിങ്ങും എല്ലാം ഫങ്ഷണാലിറ്റീസും വർക്ക് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും മിസ് മാച്ച് വരുന്നുണ്ടോ എന്ന് മസ്റ്റായിട്ടും എന്ത് ചെയ്ത് നോക്കണം, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആ കൊടുത്തത് നമ്മളിപ്പോൾ അഡീഷണലി ഒരു ഫീച്ചർ ആഡ് ചെയ്യുവാണെങ്കിലും അത് നമ്മുടെ പ്രീവിയസ് ഫീച്ചേഴ്സിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാനും കൂടി നോക്കണം മസ്റ്റായിട്ടും. സോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇതിപ്പോൾ നമ്മൾ അഡ്മിൻ ലോഗിനാണ് ചെയ്തിരിക്കുന്നത്. സോ അഡ്മിൻ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, യൂസറിനെ ആഡ് ചെയ്യേണ്ട കേസസ് ഒക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു ലോജിക്ക് യൂസർ നെയിം നമുക്ക് വരെ എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ HTML നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോഗിനും രജിസ്റ്ററും അതേപോലെ തന്നെ യൂസർ നെയിം / ലോഗ് ഔട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. യൂസർ അഡ്മിൻ, ഇൻ കേസ് അഡ്മിൻ ആണെങ്കിൽ എന്താണ് ലോഗിൻ നമുക്ക് ആ ഒരു മെസ്സേജ് വരും. യൂസർ ഒബ്ജക്ട്സ് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ടെംപ്ലേറ്റ്സിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ജാങ്കോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇൻജെക്ട് ചെയ്യും. ബിക്കോസ് നമ്മൾ jangco.contrib.auth ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്ന് ഇൻജെക്ട് ചെയ്തോളും. സോ നമ്മുടെ ലോഗിൻ സിസ്റ്റം 30 ദിവസത്തിന് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി റിലേറ്റഡ് വ്യൂസ് ഒക്കെ നമ്മളിപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് കാർട്ട് അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു ഇത്. ഒതൻറ്റിക്കേഷന് മുമ്പായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായി. ആഡ്, റിമൂവ്, അതേപോലെ തന്നെ എന്തായിരുന്നു ഫുൾ റിമൂവ്, ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തതുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ലോഗ് ഔട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ബ്രൗസറിൽ പോവാം. ഓക്കെ, ലോഗ് ഔട്ടിൻ്റെ ക്വറീസ് നമ്മൾ കൊടുത്തിട്ടില്ല. ബാക്ക് ടു അക്കൗണ്ട്സിലേക്ക് പോകാം. അപ്പോൾ അഡ്മിനായിട്ടാണ്. കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാർട്ടിൻ്റെ പേജിലേക്ക് പോകും. ഐറ്റംസും എമൗണ്ട് ഒക്കെ ആഡ് ആവും. നമുക്കിനി വേണമെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. ബിക്കോസ് ഓരോ യൂസർ ഓരോ ഐറ്റത്തിന് ഇപ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക, ബാക്ക് എൻഡിൽ നിന്ന് ഓരോ ഐറ്റത്തിന് നമ്മൾ കാറ്റഗറി വൈസ് ചിലപ്പോൾ ഓഫർ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്താണ് ഐറ്റം വൈസ്, പ്രൊഡക്റ്റ് വൈസ് ഇത് ഓഫർ കൊടുക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതിനൊക്കെ നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അഡ്മിൻ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ടാണ് നമുക്ക് എന്തുന്നത് ഓട്ടോമാറ്റിക്കലി ഒതൻറ്റിക്കേഷൻ ഇല്ലാതെ തന്നെ ലോഗിൻ ആയത്. നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി വൈസ് പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓഫേഴ്സ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ പ്രൊഡക്ട്സിന് നമുക്ക് ഓഫേഴ്സ് ആഡ് ചെയ്യണം. ആസ് എ സെയിം വേ നമുക്ക് ഇവിടെ ലോഗ് ഔട്ടും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ലോഗ് ഔട്ട് ആയിരുന്നു നമ്മൾ പെൻഡിങ് വെച്ചായിരുന്നു. സോ ലോഗ് ഔട്ടിൻ്റെ ക്വറിയും കൂടി കൊടുക്കാം. ഇവിടെ URL ക്വറീസ് ഒന്നും കൂടി ഇതിൻ്റെ വ്യൂസ് എടുക്കാം. നമ്മൾ രജിസ്റ്ററിൻ്റെ വ്യൂ മാത്രമേ കൊടുത്തിട്ടുണ്ടായുള്ളൂ. ലോഗിൻ ബൈ ഡിഫോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായി.
ഓക്കെ. ഫംഗ്ഷൻ നെയിം കൊടുക്കുക, ഡെഫ് ലോഗ് ഔട്ട് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, റിക്വസ്റ്റ് ദെൻ കോളൻ. നെക്സ്റ്റ് ലൈനിൽ ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ ലോഗ് ഔട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കൊടുക്കുക. ഇതെന്ത് ചെയ്യാം, യൂസറിൻ്റെ ആ ഒരു സെഷനെ റിമൂവ് ചെയ്തോളും. ദെൻ ഇത് കൊടുക്കുക, റിട്ടേൺ റീഡയറക്റ്റ് ഇത് കൊടുക്കാം, ലോഗിൻ കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മളിവിടെ എന്താണ് ലോഗിൻ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, ലോഗ് ഔട്ടിന് ഈ ഒരു ലോഗ് ഔട്ടിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ഫോംസ് ഇവിടെ പാത്തും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ലോഗ് ഔട്ടിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ലോഗ് ഔട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ കോട്ട്സിൽ നമ്മൾ ലോഗിൻ കൊടുത്തിട്ടുണ്ടായി. ഇനി ലോഗിൻ്റെ പാത്തും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. സെഷൻ ഡാറ്റ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് ഫ്ലഷ് എന്ന് പറയുന്ന ക്വറി ഉണ്ട്. സോ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സെഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഒത്തൻറ്റിക്കേറ്റ് നമ്മൾ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ലോഗിനും കൂടി ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. കോമ ഒത്തൻറ്റിക്കേറ്റ് കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ ലോഗിനും കൂടി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ലോഗിന് കുറച്ച് ക്രൈറ്റീരിയാസും കൂടി സെറ്റ് ചെയ്യാം. സോ ഒത്തൻറ്റിക്കേറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ലോഗിൻ വ്യൂവും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡെഫ് ലോഗിൻ അണ്ടർസ്കോർ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോളൻ ലോഗിൻ്റെ അത് വരുമ്പോൾ ബ്രൗസറിൽ പോവുക. നമുക്ക് ക്വറി സെറ്റ് ചെയ്തതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇഫ് എന്താണ് റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽസ് പോസ്റ്റ് കൊടുക്കുക കോളൻ. നെക്സ്റ്റ് ലൈനിൽ ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. സോ യൂസർ നെയിം ഈക്വൽസ് കൊടുക്കുക റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, പോസ്റ്റ് ഡോട്ട് ഗെറ്റ് കൊടുക്കുന്നുണ്ട്. സിംഗിൾ കോട്ട്സിൽ യൂസർ നെയിം കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പാസ്വേഡ് ഈക്വൽസ് ഈ സെയിം പാറ്റേണിൽ തന്നെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് പാസ്വേഡും കൊടുക്കുന്നുണ്ട്. ഈ യൂസറിനെ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യണം. സോ യൂസർ ഈക്വൽസ് ഇത് കൊടുക്കുക ഒത്തൻറ്റിക്കേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോമ ഇത് കൊടുക്കുക യൂസർ നെയിം ഈക്വൽസ് യൂസർ നെയിം, പാസ്വേഡ് ഈക്വൽസ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തൻറ്റിക്കേഷന് വേണ്ടിയിട്ട്. യൂസറല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവാലിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എറർ മെസ്സേജ് വരണം, അല്ലെങ്കിൽ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു യൂസർ നെയിം വരണം. ഓക്കെ, ഹോമിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണം. സോ ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ
എൻ്റർ അടിക്കുന്നുണ്ട്. ആ ഇഫിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ഇഫ് കൊടുക്കുന്നത്. സോ ഇഫ് കൊടുക്കുന്നുണ്ട് യൂസർ ഇസ് നോട്ട് നൺ ആണെങ്കിൽ, എന്തെങ്കിലും യൂസറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുക ലോഗിൻ ഫങ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കോമ യൂസറായിട്ട് കൊടുക്കുക. ഇത് നമുക്കൊരു മെസ്സേജും കൂടി പാസ് ചെയ്യണം അല്ലേ. സോ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഉണ്ട്, നമുക്കത് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം. മെസ്സേജസ് ഡോട്ട് സക്സസ് എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ വെൽക്കം മെസ്സേജോ അല്ലെങ്കിൽ ആ ഒരു യൂസർ നെയിമും കൂടി ആഡ് ഓൺ ചെയ്യാം. മെസ്സേജസ് ഡോട്ട് സക്സസ് എന്നാണ് കൊടുക്കുക. ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്യണം. യു ഹാവ് സക്സസ്ഫുള്ളി ലോഡിങ് യു മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, യൂസർ നെയിം പാസ് ചെയ്യാം. യൂസർ ഡോട്ട് യൂസർ നെയിം കൊടുക്കാം. സോ ഒന്നല്ല, നമുക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സക്സസ്ഫുള്ളി ലോഗിൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റിട്ടേൺ ഓൾപ്രഡ് ക്യാറ്റേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ നോക്കുന്ന മെസ്സേജസിൻ്റെ അവിടെ എറർ വരും. അതായത് ഇതൊന്ന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഇതല്ല പാത്ത് കോൺട്രിബ്യൂട്ട് എന്നാണ് ഞാൻ എടുക്കുന്നത്. സോ ഇമ്പോർട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഇമ്പോർട്ട് മെസ്സേജസ് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ മെസ്സേജസിന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു എറർ മാറിയിട്ടുണ്ടാവും. ഓക്കെ, മെസ്സേജസ് പാസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് എൽസ് കണ്ടീഷൻ കൊടുക്കുക, കോളൻ എന്ത് കൊടുക്കുക, എറർ മെസ്സേജ് പാസ് ചെയ്യണം അല്ലേ. സോ മെസ്സേജസ് ഡോട്ട് എറർ റിക്വസ്റ്റ് ഇൻവാലിഡ് യൂസർ ഓർ പാസ്വേഡ്, എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിനിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണം. സോ അതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൊടുക്കുക, റിട്ടേൺ ലോഗിൻ ഡോട്ട് HTMLലേക്ക് റെൻഡർ ചെയ്ത് കൊടുക്കുക. ആ ഒരു കണ്ടീഷന് പുറത്തായിട്ട് വേണം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഡൻറ്റേഷൻ മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ ഇൻഡൻറ്റേഷൻ കറക്റ്റ് ആക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ലോഗിൻ ഡോട്ട് HTMLലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ ലോഗ് ഔട്ടിൻ്റെ കേസ് വരുമ്പോൾ ലോഗ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം വേ നമുക്കിവിടെ മെസ്സേജും കൂടി പാസ് ചെയ്യാം. യു ഹാവ് സക്സസ്ഫുള്ളി ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, ലോഗ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ലോഗ് ഔട്ടിൽ ഇവിടെ ലോഗ് ഔട്ട് വ്യൂ ആക്കുന്നുണ്ട്, ബിക്കോസ് ഉള്ളിൽ ഫങ്ഷൻ കോൾ പോലെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. സോ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗ് ഔട്ട് വ്യൂ ആക്കുന്നുണ്ട്. ഇനി നമുക്ക് URL ഒന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ലോഗിൻ വ്യൂവും ലോഗ് ഔട്ട് വ്യൂ ആക്കിയിട്ടുണ്ട്. സോ ലോഗിൻ വ്യൂ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു പാത്ത് ഞാൻ ഡിസേബിൾ ചെയ്യുവാണ്, ബിക്കോസ് ഞാൻ മാനുവലി ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യുവാണ് കേട്ടോ. സോ റെഫറൻസിന് വേണമെങ്കിൽ എടുക്കാമല്ലോ. സോ ടാബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ലോഗിൻ വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലോഗ് ഔട്ടും ഞാൻ ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിലേക്ക് പോവുക, പാത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പാത്ത് ലോഗ് ഔട്ടിൽ വ്യൂസ് ഡോട്ട് ലോഗ് ഔട്ട് വ്യൂ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ലോഗ് ഔട്ട് വ്യൂ ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലോഗിനും ലോഗ് ഔട്ടും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ബ്രൗസറിൽ പോവുക, ചെയ്യുക, ലോഗ് ഔട്ട് കൊടുക്കുക. ഓക്കെ, നോ റിവേഴ്സ് മാച്ച് എറർ വന്നിട്ടുണ്ട്.
ഓക്കെ. സോ റിവേഴ്സ് ലോഗിൻ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബിക്കോസ് ലോഗിൻ വ്യൂവിൻ്റെ നെയിം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. ഓക്കെ, അതിൻ്റെ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. സോ യൂസ്.py പോവുക. കാർട്ടിൻ്റെ വ്യൂ ആണ് നമുക്ക് വേണ്ടത്. അക്കൗണ്ട്സിൻ്റെ വ്യൂ ആണ്. റീഡയറക്റ്റ് ലോഗിൻ വ്യൂ ആണ് കൊടുക്കേണ്ടത്. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇത് URL ലോഡ് ആവുന്നുണ്ട്. ബ്രൗസറിലേക്ക് പോവുക.